സന്തോഷം, നീ വണ്ടി നിർത്തിക്കേ. എന്താടാ, എന്ത് പറ്റി? കാര്യമൊക്കെ ഉണ്ട്, നീ സൈഡാക്ക്. സ്മോൾ അടിക്കാനാണോ വണ്ടി നിർത്താൻ പറഞ്ഞേ? എന്റെ പൊന്നു ചങ്ങായിമാരെ, ഞാൻ വണ്ടി നിർത്താനല്ലേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ലല്ലോ. നിർത്തി. ഇനി പറ, എന്താ നിന്റെ പ്രശ്നം? ചെറിയൊരു പ്രശ്നമുണ്ട്, ഇതിപ്പോ വരാം, ഒരൊറ്റ മിനിറ്റ്. എവിടേക്കാണ്? ഓ, ഇതായിരുന്ന പരിപാടി. എടാ നിൽക്കുക, എന്നാ പിന്നെ ഞാനുണ്ട്. പാടം പുത്തകാലം ഞാനായിട്ട് മാറ്റി. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം അല്ലേ? അപ്പൊ എങ്ങനെയാ, അടിപൊളിയല്ലേ കാര്യങ്ങള്? അടിപൊളി. നമ്മള് മലയാളികൾക്കിടയിൽ ആകെ കൂടിയുള്ള ഐക്യം ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, ഇല്ലേ കാർത്തി? ഒരാൾക്ക് തോന്നിയാ കൂടുതലുള്ളവർക്കും തോന്നും. നമുക്കൊരു ഫേസ്ബുക്ക് ലൈവ് പോയാലോ? വൃത്തിയോട് പറയുന്ന മൂത്രം വയ്ക്കുമ്പോഴാണ് ഫേസ്ബുക്ക് ലൈവ്. ഇനിയിപ്പോ ഇതും കൂടെ ഉള്ളൂ നാട്ടുകാർ കാണാൻ. പിന്നല്ല, ഇവനെ കൂടെ കൂട്ടി തന്നെ തെറ്റായിപ്പോയി. ഇപ്പഴല്ല, ഇത് കഴിഞ്ഞിട്ട്. അങ്ങനെ ചൂടാകാതറാ. എടാ, ഇനിയുണ്ട് 25 കിലോമീറ്റർ. വേഗം ആവട്ടെ, സമയം എത്ര ഇപ്പൊ? ഇതിപ്പോ 2 മിനിറ്റ് കാര്യമല്ലോ. അടിപൊളി ആവട്ടെ. നീ ഇങ്ങോട്ട് നിൽക്ക്, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ഹായ്. ഹലോ. ഹായ് ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്. ഹൗ ആർ യു? ഞാനിന്ന് ലൈവ് വന്നൊരു സ്പെഷ്യൽ റീസൺ ഉണ്ട്. ഇത് സന്തോഷ്, ഇത് ഷനോജ്. ഞങ്ങൾ നല്ല കട്ട ചങ്കുകളാണ്. ഹായ്. ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ്, ഒരു പെണ്ണ് കാണും ചടങ്ങിന്. ദേ, ഇവനാണ് പയ്യൻ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഹായ്. ഹലോ, ഞാൻ സന്തോഷ്. 8 വർഷമായിട്ട് ദുബായിലായിരുന്നു. അതെ അതെ. വന്നിട്ടിപ്പോ 2 ആഴ്ചയായി. കഷ്ടം. ഇതിനിടയിൽ ഒരു 6 പെൺകുട്ടികളെ കാണാൻ പോയി. ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായില്ല. പക്ഷേ ഇന്ന് കാണാൻ പോണ പെണ്ണിനെ ഇഷ്ടപ്പെടുന്നൊരു പ്രതീക്ഷയുണ്ട്. കാരണം ബ്രോക്കർ പറഞ്ഞത് പെൺകുട്ടിയെ അടിപൊളിയാണെന്നാണ്. എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പൊ കാര്യങ്ങളൊക്കെ അടിപൊളിയായാൽ ഞങ്ങൾ വീണ്ടും ലൈവിൽ വരുന്നതായിരിക്കും. അപ്പൊ ഞങ്ങൾ യാത്ര തുടങ്ങാണ്. എല്ലാവരുടെയും കട്ട സപ്പോർട്ട് വേണം. ബായ്. കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. 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 തോടും പുഴകളും പാടങ്ങളുണ്ടല്ലോ, കാവും കുളങ്ങളും ഏറെയുണ്ട്. തോടും പുഴകളും പാടങ്ങളുണ്ടല്ലോ, കാവും കുളങ്ങളും ഏറെയുണ്ട്. പൊരിയുന്ന വെയിലത്ത് തുടി പൊട്ടി പാടുന്ന കരിമ്പനക്കാടുണ്ട്, കള്ളുമുണ്ട്. പൊരിയുന്ന വെയിലത്ത് തുടി പൊട്ടി പാടുന്ന കരിമ്പനക്കാടുണ്ട്, കള്ളുമുണ്ട്. തേരോടും വീതികളുണ്ട് പാലക്കാട്ടിൽ, തേരോടും വീതികളുണ്ട് പാലക്കാട്ടിൽ.
വേലയും പൂരവുമേറെയുണ്ട്. തേരോടും വീതികളുണ്ട് പാലക്കാട്ടിൽ, വേലയും പൂരവുമേറെയുണ്ട്. ആദിപുതുശ്ശേരി വേല കവേറുമ്പോൾ അന്തം കോങ്ങാട്ടിലാണറിയിൻ. ആദിപുതുശ്ശേരി വേല കവേറുമ്പോൾ അന്തം കോങ്ങാട്ടിലാണറിയിൻ. കാടുമലകളും കൂടി പിണയുന്ന, കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. ഹലോ, ആ പറയൂ. എന്നിട്ട് വണ്ടി? ഓ അത് ശരി. വെള്ളടിച്ചിട്ട് വണ്ടി ഓടിച്ചതും പോരാ, ഒരു ബൈക്കിൽ 4 പേരല്ലേ? കൊണ്ടുപോവാ അവന്മാരെ ഇങ്ങോട്ട്, എത്രയും പെട്ടെന്ന് കൊണ്ടുപോവാ. അവന്മാരെ പരിപ്പെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അവന്മാരെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആദ്യം അവരെ ഉണ്ടാക്കിയാൽ വേണം പിടിച്ചടിക്കാൻ. സർ, ആ മൊബൈൽ കേസ് അവരെത്തിയിട്ടുണ്ട്. ആദ്യം ആ പരാതിക്കാരോട് വരാൻ പറ. ഓക്കെ സർ. ആ പറയൂ, എന്താ നിങ്ങളുടെ കേസ്? സാർ, എൻ്റെ പേര് രേഷ്മ. ഞാൻ ഒറ്റപ്പാലത്തു നിന്നാണ് വരുന്നത്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഈ ടൗണിൽ ഞാൻ വന്നിരുന്നു. എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിനാണ് ഞാൻ വന്നിരുന്നത്. അപ്പോൾ എൻ്റെ മൊബൈല് ഞാനൊരു കടയിൽ റീചാർജിന് വേണ്ടി കൊടുത്തിരുന്നു. റീചാർജിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മൊബൈലോട്ട് മെസ്സേജുകൾ വന്നു തുടങ്ങി. ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ പ്രൊഫൈലാണ് ഇട്ടിരുന്നത്. അങ്ങനത്തെ കാര്യതുകൊണ്ട് തിരിച്ച് ഞാനും ഹായ് ഹലോ എന്നൊക്കെ കൊടുത്തിരുന്നു. അതിനുശേഷം ഒരാൾ എൻ്റെ മൊബൈലിൽ വിളിച്ചിട്ട് നിന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ്, നമുക്ക് നേരിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനത് കട്ട് ചെയ്തു. വീണ്ടും ശല്യം ഇതുപോലെ തുടങ്ങി. പിന്നെ പോൺ വീഡിയോസ് അടക്കം വന്നു തുടങ്ങി. ഇത് കാരണം എനിക്ക് വലിയ ബുദ്ധിമുട്ടായി. എനിക്കൊട്ടും ഒട്ടും സഹിക്കാൻ പറ്റത്തുകൊണ്ടാണ് ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് വന്നത്. ഞാൻ പറയുന്ന നുണയാണെങ്കിൽ സാറിന് ചെക്ക് ചെയ്യാം. ഇതാ സാർ എൻ്റെ മൊബൈൽ ചെക്ക് ചെയ്യാം. എടോ പി സി, വിളിച്ചോണ്ട് പോവനെ. വാടാ അവിടെ. നടക്കടാ അങ്ങോട്ട്. ഇങ്ങോട്ട് മാറിക്കടാ. എന്താടാ നിന്റെ പേര്? എടാ നിന്റെ പേരെന്താന്നോ ചോദിച്ചേ? ഷാജി. എടാ ആ മൊബൈൽ ഷോപ്പ് നിന്റെ ആണോ? അതെ സർ. ഈ കുട്ടി പറഞ്ഞൊക്കെ സത്യാണോ എന്ന്? അത് പിന്നെ സാറേ, ആഹാ, എന്താടാ പറയാൻ നിനക്ക് ഇത്ര വലിയ വിഷമം? അയ്യോ അയ്യോ അമ്മോ അയ്യോ. പെമ്പിള്ളേർ റീചാർജ് ചെയ്യാൻ വന്ന മര്യാദയ്ക്ക് റീചാർജ് ചെയ്താൽ മതി. എന്നിട്ട് അവൾമാരുടെ അടുത്ത് അവന്റെ ഒരു പഞ്ചാരടി. പെമ്പിള്ളേരെ നമ്പർ നോട്ട് ചെയ്യുക, എന്നിട്ട് ആവശ്യമില്ലാത്ത മെസ്സേജ് അയക്കുക. ഇടാ, നിന്നെപ്പോളൊരൊക്കെ വിശ്വസിച്ചിട്ടാണ് വീട്ടുകാർ ഇവരൊക്കെ കടയിലേക്ക് അയക്കുന്നത്. അതിലും ചതി കാണിക്കുന്നുണ്ടാ പട്ടി. പെമ്പിള്ളേരെ മതം മാറ്റി വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന സംഘമായിട്ട് നിനക്ക് വല്ല ബന്ധമുണ്ടാ? ഇല്ല സാർ, ഇല്ല സാർ, അബദ്ധം പറ്റിപ്പോയി സാർ. മാപ്പാക്കണം. മാപ്പ് 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 സാർ. ഇനി ഒന്നും ചെയ്യില്ല സാർ. എന്റെ പൊന്നു പെങ്ങളെ, എന്നോട് ക്ഷമിക്കണം, എന്നോട് മാപ്പാക്കണം. സാറിനോട് ഒന്ന് പറയും, എനിക്ക് കുട്ടിയും കുടുംബമുള്ളതാണ്. ക്ഷമിക്കണം, ഒന്ന് പറയും. എന്റെ പൊന്നു പെങ്ങളല്ലേ, ഒന്ന് പറയോ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഇയാളോട് 2 വർത്താനം പറയണമല്ലോ. Perverted fucking moron, fucking beast. What the heck you think about yourself? Go and fuck your mother's asshole. താൻ ഇംഗ്ലീഷിൽ പറഞ്ഞ ഡയലോഗ് വല്ലതും ഇയാൾക്ക് മനസ്സിലായോ എന്തോ? അത് പിന്നെ സാർ, എനിക്ക് ദേഷ്യം വന്ന ഇംഗ്ലീഷേ വരുള്ളൂ.
വണ്ടി നിർത്ത്. എന്താണ് നിനക്ക് മൂത്രമായിട്ട് മതിയായില്ലേ? ഒഴിക്കാനല്ലടാ, ഒഴിച്ച് കുടിക്കാനാ. മോള് ഓ അങ്ങനെ. സ്മോൾ അടിച്ച എന്റെ കൺട്രോൾ കൊണ്ടോ, പിന്നെ എന്റെ സ്വഭാവം എനിക്കും ഇഷ്ടമല്ല. അപ്പോ Cheers. പേരിനേ ഉള്ളൂ ദുബായ്. പക്ക ലോക്കലാണല്ലടാ വാങ്ങിയിരിക്കുന്നത്. സെറ്റ്. അടിപൊളി അടിപൊളി അല്ലേ? അപ്പോ അടുത്ത റൗണ്ട് പോയാലോ? പിന്നല്ലാതെ. അയ്യോ അയ്യോ ഏ ഏ ഏ ഏ ഏയ് മോളെ എന്തു പറ്റി? അയ്യോ ഇത് ആരുടെ കുട്ടിയത്? ഏയ് മോളെ കുട്ടി വീണ് കിടക്ക. ഞാനിപ്പോ ഈ വണ്ടിയിൽ എന്ത് ചെയ്യാനാ? ഒന്ന് വേറെ ഒന്ന് സഹായിക്കും. വണ്ടി നോക്കുക. ഒരാള് വീണ് കിടക്കുമ്പോഴാണ് സംസാരിക്കുക. പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. എന്ത് മനുഷ്യരാണിത്? ആരെയാ ഇപ്പൊ വിളിക്കപ്പോ? ഏയ് എണീക്ക് മോളെ. ഏയ് ഏ എങ്ങനെയാ ഇപ്പൊ ആശുപത്രിയിൽ എത്തിക്കുക? മോളെ നിർത്ത് ഏട്ടാ നിർത്ത്. സംഭവം ഒരു കുട്ടി വീണതാ. ഒന്ന് സഹായിക്കോ? ആശുപത്രി കൊണ്ടുപോകാനാ? ഒന്ന് ആശുപത്രി കൊണ്ടുപോകാൻ. അയ്യോ നമുക്ക് ചേട്ടാ ഒഴിവൊഴിവ് പറയലേട്ടാ പ്ലീസ്. ചേട്ടാ എന്നെ കൊണ്ട് ആവില്ല ചേട്ടാ. ചേട്ടാ കാല് വയ്യാത്തോണ്ടല്ലേ ചേട്ടാ. ചേട്ടാ വേറെ ഏതെങ്കിലും വണ്ടി കിട്ടിയാ നോക്കിക്കോ. മോളെ ഇനിയിപ്പോ ആരാ? മോളെ മോളെ ഏയ് 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 മോളെ മോളെ. ചേട്ടാ 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 ഒന്ന് നിർത്തോ പ്ലീസ്. ഒരു കുട്ടി വീണ് കിടക്ക പ്ലീസ്. ഒന്ന് വരൂ ചേട്ടാ പ്ലീസ്. ഒന്ന് വേറെ ആശുപത്രിയിൽ എത്തിക്കണം. അതുകൊണ്ടാ ഈ ഡോറാണെങ്കിൽ കിട്ടുന്നു. ഈ കുട്ടിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ല. എന്തോ കെട്ടി കിടക്കുക. അതുകൊണ്ടാ ആരാണെന്ന് ഒന്നും അറിയില്ല എനിക്ക്. അതാണ്. വല്ല വണ്ടി തട്ടിയതാണോ? വണ്ടി തട്ടിയതാണോ? അല്ലല്ല കുട്ടി മയങ്ങി വീണതാ. എനിക്ക് കഴിയില്ല. അതുകൊണ്ടാ. മരിച്ചോ അല്ല ജീവനുണ്ടോ? ഇല്ല ബോധക്കേട് മാത്രമേ ഉള്ളൂ. എനിക്ക് കഴിയില്ല. അതുകൊണ്ടാ പ്ലീസ് ഒന്ന് സഹായിച്ചൂടാ. വയ്യ വലിയ തല കെട്ടിട്ടുണ്ടോ? പോവാം. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. അതുകൊണ്ടല്ലേ പ്ലീസ് ചേട്ടാ. ശരി എടുക്ക്. ഒന്ന് സഹായിക്കും പ്ലീസ്. എല്ലാവരും ഒന്ന് പിടിക്കും. ഞാൻ കാലേ പിടിക്കാം. കാലില്ല എവിടെയൊക്കെ മോളെ എടുക്കടാ. ആദ്യം പിടിച്ചെണിപ്പിക്കും. സൂക്ഷിച്ചേ. കാലിലെ പിടിക്കും. ഭാരം ഉണ്ട് കേട്ടോ. ഒന്ന് വേഗം ആവട്ടെ ചേട്ടാ. ചേട്ടാ കേട്ടോ ഇവിടെ ഒന്ന് വേഗം ആവട്ടെ. ഇവിടെ അടുത്തൊരു ആശുപത്രി ഉണ്ട്. വേഗം ഒന്ന് എത്തിക്കണം പ്ലീസ്. വേഗം ആവട്ടെ ചേട്ടാ. കാല് ഒന്ന് ശ്രദ്ധിക്കണം. അതെ ചേട്ടാ അതെ കൂടെ വന്ന് എല്ലാം ചെയ്യണേ. ശരി ഓക്കെ. ഇയാൾക്ക് അതിനേക്കാട്ടിൽ കുട്ടിയെ കാത്തോളെ. KL 9Z 6617. ആ എല്ലാം റെഡിയല്ലേ? ഓ അതൊക്കെ ചെറുക്കനും റെഡിയാണെന്നേ. കൂട്ടരും 10 മണിക്ക് എത്താന്നല്ലേ പറഞ്ഞത്? ഓ അതൊക്കെ റെഡിയാണെന്നേ. പക്ഷെ അവൾ ഇത്ര നേരമായിട്ട് അമ്പലത്തിൽ നിന്ന് വന്ന് കാണാനുമില്ല. സാധാരണ ഇത്ര വൈകി വരാറുള്ളതല്ല. അവൾ ഇതുവരെ എത്തിയില്ലേ? അമ്മ എന്തിനാ എന്ന് തന്നെ അവളെ പുറത്തു വിട്ടത്? സാധാരണ അവൾ അമ്പലത്തിൽ പോയിട്ട് വരാറുള്ളതല്ലേ. ഇന്ന് അവളെ കാണാൻ വരുന്ന ദിവസമല്ലേ? നാളെയും പോവല്ലോ അമ്പലത്തിലേക്ക്. മോനെ 10 മണിയുടെ ബസ്സും പോയി. അയ്യോ അവളെ കാണാനില്ല. നീ വിളിച്ചിട്ട് വാ. ചേട്ടാ ഇതുവരെ ഒരു പെൺകുട്ടി പോകുന്നത് കണ്ടോ? ആരാന്നറിയില്ല. ഒരു കുട്ടിയുടെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. എവിടെ?
ഇവിടെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. 3 പേരെ അങ്ങോട്ട് ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. ആര്? ആരാന്നറിയില്ല, അവർ 3 പേരുണ്ടായിരുന്നു. നിങ്ങളാരാ? ഞാൻ ഏട്ടനായിരുന്നു. ആര്? ഏട്ടനാ. അതെയോ? നമ്പർ വല്ലതും നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് പറഞ്ഞേ. KL9Z. ചേട്ടാ ഒരു മിനിറ്റ്. ആ പറഞ്ഞോ ഏട്ടാ. ആ പറഞ്ഞോ. KL9Z 66 66 17. ശരി. എടാ ഇനിയിപ്പോൾ ഇതിനെ കൊണ്ട് ആശുപത്രിയിൽ പോകണോ അല്ല വേറെ കിളന്ത് പീസാണോ? സംഭവം അടിപൊളിയാണല്ലോ. എവിടെയെങ്കിലും കൊണ്ടുപോയാലോ? നീ എന്ത് പറയുന്നു? എനിക്കൊക്കെ മനസ്സിലൂടെ ഒന്നുമില്ല, പറന്ന് നടക്കുക ആകാശം. നമ്മൾ ഇവിടെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവന്റെ പെണ്ണുകാണി ചടങ്ങ് എന്ത് ചെയ്യും? അത് വൈകില്ലേ? പെണ്ണ് കാണാൻ പോയാൽ ഇത്ര കിടുവായിട്ടുള്ള ഒരുത്തിനെ കിട്ടിയെന്ന് വരില്ല. ആർക്കടാ? എന്താ ചിരിക്കുന്നുണ്ട്? ഹലോ. ഹലോ, ആരാ? ഞാൻ സന്തോഷ്. സന്തോഷോ? ഇന്ന് കുട്ടിയെ കാണാൻ വരുന്ന ഞങ്ങൾ കുറച്ച് വൈകും. ഓ, വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് പഞ്ചറായി. അതെയോ? ശരിയാക്കിയിട്ട് ഉടനെ എത്താം. ആയിക്കോട്ടെ. 1 മണിക്കൂർ. ഓ ശരി. ഓക്കെ. ഓക്കെ, സംഭവം മനസ്സിലായി. എന്നാ വണ്ടി ഇവിടെ അല്ലേ? എന്താ പിന്നെ പ്ലാനേ? പറടാ. ഞാൻ ഒരു പ്ലാൻ പറയാം. നമുക്ക് കുറച്ചു നേരം സമയമുണ്ട്, അറുമതിക്കാം. ഒരൊറ്റ മണിക്കൂർ. അത് കൊള്ളാം. എന്റെ വല്ല വിവരം കിട്ടിയോ? വിളിച്ചത് മോനല്ല, കാണാൻ വരുന്ന ചെറുക്കനാ. വണ്ടി പഞ്ചറായത്രേ. അവർ വരാൻ ഇനിയും വൈകുന്നു. ഹൗ, സമാധാനായി. അപ്പോഴത്തേക്കും മോളിങ്ങെത്തി. ശരിയാ. ജീവനുണ്ട്. ഞാനിതെവിടെയാ? ആരാ നിങ്ങൾ? ഞാനോ? എന്ത് വേണം? ഞാനൊരു വഴിപോക്കൻ, അത്രയ്ക്ക് അറിഞ്ഞാൽ മതി. എന്നൊന്നും ചെയ്യില്ല. എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് പോണം വീട്ടിൽ. വിടാലോ. എന്റെ കഴിഞ്ഞ എന്റെ കൂട്ടുകാര് നോക്കിയേ, അവിടെ 2 പേര്. ഹായ്, അവരും കൂടെ കഴിഞ്ഞിട്ട് വിടാം. ഒരു 1.5 മണിക്കൂർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ നിന്റെ വീട്ടിൽ കൊണ്ടു. മിസ്സാവൂലേ? പിടി. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? അതെ സാർ. എന്റെ പെങ്ങള് റോഡിൽ മയങ്ങി വീണു പറഞ്ഞിട്ട് 3-4 പേര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ. ഞാനിപ്പോ അന്വേഷിച്ച് ഹോസ്പിറ്റലിൽ എത്തിയപ്പോ ഇവിടെ ആരും കാണാനില്ല. ആ വണ്ടി നമ്പർ നോട്ട് ചെയ്തിരുന്നോ? നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സാർ. പറഞ്ഞേ. KL9Z 66 17. ശരി, നോക്കാം. ഓക്കെ സാർ.
അവരെത്ര പേരുണ്ടെന്നാ പറഞ്ഞേ? 3 പേരുണ്ട് സാർ. അടുത്തുള്ള ഹോസ്പിറ്റലിൽ അവരെത്തിയിട്ടില്ല. ആ കുട്ടിയെ അവരെന്തെങ്കിലും... സർ, എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ആ സ്പോട്ട് വരെ ഒന്ന് പോയി നോക്കിയാലോ? എന്തേലും സൂചന? ഏയ്, അതിന്റെ ആവശ്യമുണ്ടോന്ന് തോന്നണില്ല. വെറുതെ സമയം കളയുന്നല്ലാതെ. സാറേ, സ്പോട്ട് കഴിഞ്ഞാൽ 5-6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മൊത്തം കാടാണ് സാർ. സർ, 1 വർഷം മുമ്പ് ഒരു ഇരട്ടക്കൊലപാതകം നടന്ന പാറമടയുണ്ടല്ലോ, അവിടെ പോയി സെർച്ച് ചെയ്താൽ ആ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞാലോ? ചിലപ്പോൾ അവർ ആ വഴിക്കും പോകാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ അവിടെ എന്തെങ്കിലും സൂചന? കൊന്നു കുഴിച്ചു മുടിയാലും ആരും അറിയില്ല. അങ്ങനെയുള്ളൊരു സ്ഥലം അത്. വാ പോവാം. വണ്ടിയിൽ വല്ല സാധനം ബാക്കിയുണ്ടോ? കഴിച്ചൊക്കെ ഇറങ്ങിപ്പോയി. അവൻ്റെ കാര്യം കഴിഞ്ഞില്ലേ? ഇനി നമ്മളെന്ത് ചെയ്യും? നിനക്കെന്താ ഒരു മൂടോട്ട്? ഞാനൊരു കാര്യം പറഞ്ഞു, നീ ചൂടാകരുത്. ഇല്ലടാ, നീ കാര്യം പറയും. നമ്മൾ ഈ തെറ്റിന് കൂട്ടു നിൽക്കണോ എന്ന് വെച്ചാൽ നീ കാര്യം പറടാ. ഇക്കാര്യം അങ്ങനെ നാളെ പുറം ലോകം അറിഞ്ഞു എന്ന് വെച്ചാൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഉണ്ടാകുന്ന ദുഷ്പേര്, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ശരിയാടാ, പത്രത്തിലെ ഫോട്ടോ, ചാനലിലെ ന്യൂസ്, അവസാനം ജയിലിൽ. ഒരു നിമിഷത്തെ ആവേശത്തിന് നമ്മളിതിനെ കൂട്ടു നിൽക്കണോ? മദ്യത്തിൻ്റെ ലഹരിയിൽ നമ്മളിപ്പോൾ ഇത് ചെയ്താൽ നമ്മുടെ വീട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അപ്പം അവനോ? അവൻ എന്തോ ആയിക്കോട്ടെന്നേ, നമുക്ക് വേണ്ട. ആ പ്രദീപ, നീ എവിടെയാ? ഞങ്ങൾ ഓട്ടുപാറ പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ പെട്ടെന്ന് ആ പാറമടയിലേക്ക് വാ. ഞങ്ങളിവിടെ 3 പേരേ ഉള്ളൂ. ആ സെർച്ചിങ് കഴിഞ്ഞിട്ട് നിനക്ക് തിരിച്ചു പോവാ. വേഗം വാ. ഇനി എന്താ പരിപാടി? എൻ്റെ കഴിഞ്ഞു. നിങ്ങൾ ആരാച്ചപ്പോ? അടിപൊളി, ഞാൻ ഹാപ്പി ആട്ടാ. ഞങ്ങൾക്ക് വേണ്ട, അവള് പോട്ടെ. നമ്മളീ ചെയ്യുന്നത് തെറ്റല്ലേ? നീ നിങ്ങൾ കൊണ്ടുവരുന്ന മുമ്പ് പറയായിരുന്നു. പൂരവും കഴിഞ്ഞു, വെടിക്കെട്ടും കഴിഞ്ഞു, എന്നിട്ടാണ് അവൻ്റെ ഒരു തെറ്റ് തിരുത്തൽ. നീ എന്ത് പറഞ്ഞാലും ശരി, ഞങ്ങൾക്ക് വേണ്ട. അതെ, വേണ്ട. വേണ്ട വേണ്ട, നമുക്ക് പോവാ. നല്ലൊരു സാൻഡ് കെട്ടിയിട്ട് വേണ്ട, പോട്ടാൻ എന്തായിക്കോട്ടെ. വീടാത്തറായി, മണമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ? ഹലോ, നമസ്കാരം. വരും, അകത്തോട്ടിരിക്കാം. വൈകിയല്ലേ? വണ്ടി ഒന്ന് പഞ്ചറായതാണ്. വരൂ 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 വരൂ. നീ കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക. ഇരിക്കും, ഇവിടെ ഇരിക്കും. മോനവിടെ ഇരിക്കും. എന്താടാ അവിടെ കൂട്ടം കൂടി ഇരിക്കുന്നത്? വേറെ പണിയൊന്നുമില്ല നിനക്ക്? ഓടാ വീട്ടിലേക്ക്, ഓടാ ഇങ്ങോട്ട്. ഇവിടെ നമുക്ക് എടോ, ഈ വഴിക്ക് ഒരു കറുത്ത കാറ് പോകുന്നുണ്ടോ? അതെ, 6617 കാറാണോ സാറേ?
വേറെ ഓ വഴിയൊന്നും അത് ശരി. എടോ എടുത്തോട്ട് വിട്. ആ വേം പോട്ടെ. ഓക്കെ ഓക്കെ സാർ. ആ പി സി തന്നെ അവിടെ സെറ്റ് നോക്കൂ. ആ നിങ്ങൾ ഈ വശം നോക്കൂ. ഓക്കെ സാർ, നോക്കൂ സാർ. ആ എല്ലാവരും ഇങ്ങോട്ട് വാ. ആ നിങ്ങൾ നോക്കി നടക്കും. അവിടെ കംപ്ലീറ്റ് കോച്ചിലുമുള്ള. എടോ പി സി അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വാ. സാർ. ആ അവിടെ കുഴിയുണ്ടോ നോക്കിയിട്ട്. എടോ പി സി എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വന്നേ. വാ. മോളെ മോളെ ഹലോ ഒന്ന് നോക്ക്. മോളെ നിനക്ക് എന്താ പറ്റിയ? നിനക്ക് എന്താ പറ്റിയ? എന്താ സംഭവിച്ച പറയേ. ആരാ നിന്നെ ഉപദ്രവിച്ച്? പറയും മോളെ, ആരത് ചെയ്തത്? ആ വണ്ടി എടുത്ത്. കമോൺ. ലീവ് എത്രയുണ്ട് ഇനി? 3 മാസം. KL9 സെറ്റ് 66. അതെല്ല, അതുകൊണ്ട് സമയമുണ്ട് നമുക്ക്. അതെ ഈ വണ്ടി ആരെയാ? ഇവരുടേതാ, മോളെ പെണ്ണ് കാണാൻ വന്നതാ. ഓഹോ ഇവരൊക്കെ ആരാ? ഇതാണ് പയ്യൻ. നമ്മളാണോ ഈ വണ്ടിയുടെ ഓണർ? അതെ സാർ. ആ അതെ. ഒരു കാര്യമുണ്ട്, വരൂ. വാ വാടാ, നടക്കട അങ്ങോട്ട്. ആ നടക്ക്. ഇങ്ങോട്ട് വാടോ. ആ നിങ്ങൾ മാറിക്കൂ, ഇങ്ങോട്ട് വാ. ആ അതെ, നമ്മളിവിടെ വന്ന് എന്തിനാണെന്നറിയോ? ഇല്ല ഇല്ല സാർ. നിന്റെ ഈ വണ്ടിയിൽ ഒരു പെൺകുട്ടിയെ നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? ആ പെൺകുട്ടി എന്താടാ? ഏത് പെൺകുട്ടി? ഞാനാരെയും ഒന്നും ചെയ്തില്ല സാർ. ഞങ്ങളെന്താ പൊട്ടന്മാരെന്ന് വിചാരിച്ചോ? എല്ലാം അറിഞ്ഞിട്ടാടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. കാലി എന്നോട് വേണ്ട കേട്ടാ. തെറ്റുപറ്റുപോയി സാർ. ഈ തെറ്റിനുള്ള പരിഹാരം നീ തന്നെ കാണണം. പീഡിപ്പിച്ച പെൺകുട്ടിയെ നീ തന്നെ ഏറ്റെടുക്കണം. ഇത് നീയും നിന്റെ കൂട്ടുകാരും പിന്നെ ഞങ്ങൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇനി ആരും അറിയില്ല, ആ കുട്ടിയുടെ കുടുംബം പോലും. കല്യാണം കഴിക്കാനോ? ഞാനോ? കള്ള നായിന്റെ മോനെ, ഒട്ടിക്ക് ഞാൻ നിന്നെ. അവളെ നശിപ്പിച്ച് നീ കടന്നു കളയാന്ന് വിചാരിച്ചോടാ. എനിക്കിപ്പോ നിന്നെ അറസ്റ്റ് ചെയ്യാം, പക്ഷേ ഇത് പുറത്തറിഞ്ഞാലേ നിനക്ക് കുറച്ചു കാലം ജയിലിൽ കിടന്നാ മതി. പക്ഷെ ആ പെൺകുട്ടിയുടെ കാര്യം ചാനലുകാരും പത്രക്കാരും പറഞ്ഞ അവളുടെ കാര്യം പിന്നെ എന്തായടാ? ആ പെണ്ണ് ആരാന്നറിയോ നിനക്ക്? അറിയില്ല സാർ. ഞങ്ങളിവിടെ ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് വന്നതാ സാർ. ആ പെണ്ണ് തന്നെയാടാ ഈ പെണ്ണ്. എന്നിട്ട് ആ പെൺകുട്ടി എവിടെടാ? ഞങ്ങൾ അവളെ അവിടെ തന്നെ ഉപേക്ഷിച്ചു സാർ. ആ വണ്ടി നിറക്കവളെ. വാ വാ മോളെ, വാ 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 മോളെ. ഞാൻ എല്ലാം ഒരു വിധവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. നടന്നൊക്കെ നടന്നു. ഇവൻ നിന്നെ കല്യാണം കഴിക്കും. സർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി എന്ത് കാര്യം പറയാൻ? പറയാനല്ല സർ, എനിക്ക് ചെയ്യാനുള്ളത്.